എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നേ. അപ്പോൾ നേരെ രാവിലെ ഇന്ന് തിങ്കളാഴ്ചയാണ്. രാവിലെ ഇരുന്നിട്ട് പതുക്കെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഞായറാഴ്ചത്തെ ക്ഷീണവും അതുപോലെ തന്നെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച നമുക്ക് പ്രത്യേകിച്ചും ലാഗായിട്ടുള്ള ഒരു ദിവസമാണല്ലോ. പതുക്കെ എഴുന്നേറ്റു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു, പിന്നെ ഒന്നിരുന്നു, ഫോൺ നോക്കി, അങ്ങനെയൊക്കെയാണ് ഞായറാഴ്ചത്തെ ദിവസങ്ങൾ പോകുന്നത്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡും മോനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് സമയം അവരോടൊക്കെ വർത്താനം പറയുന്ന ഒരു ദിവസം അങ്ങ് പോകും. ഞായറാഴ്ചത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്ന് രാവിലത്തെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. പിന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനും കാണണേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കട്ടനൊക്കെ കുടിക്കുന്നതിന് മുമ്പ് തന്നെ ഇതേണ്ട ഞാൻ കഞ്ഞി തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇന്നലെ വൈകിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിന്നൊരു സാമ്പാർ വെക്കാമെന്ന് ഇന്നലെയും ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് അതിനുള്ള പരിപ്പ് ഞാൻ കുക്കറെ വെച്ചു. അപ്പോൾ ലൈറ്റർ നോക്കിയപ്പോൾ ലൈറ്റർ കണ്ടില്ല, പിന്നെ തീപ്പെട്ടി ഉണ്ടായിരുന്നു, അത് ഉരച്ച് ഞാൻ തീയൊക്കെ പിടിപ്പിച്ചു. ലൈറ്റർ കണ്ടില്ല എന്നല്ല, ഇടയ്ക്ക് ലൈറ്റർ കത്തത്തില്ലേ, അത് ചില സമയത്ത് കത്തും. അപ്പം പിന്നെ ഞാനത് കത്തിച്ചു. അതിന് ശേഷം തന്നെ നമ്മുടെ പഴയ ഡ്രിങ്ക് ഞാനൊന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നുപോയി. നമ്മുടെ ചിയാ സീഡ് വെള്ളത്തിൽ ഇന്നലെ ഇട്ട് വെക്കാൻ മറന്നുപോയി. ചില സമയങ്ങളിലൊക്കെ ഇതൊക്കെ മറന്നുപോകും. പിന്നെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ ഞാൻ കുറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കഞ്ഞി തിളപ്പിക്കാനല്ല കേട്ടോ, കഞ്ഞിക്ക് വെള്ളമാണ് ഇട്ടിരിക്കുന്നത്. ഇനി അരി അടുപ്പത്തിടാൻ പോവുകയാണ്. ഞാൻ തലേദിവസമേ ചോറൊക്കെ ചില ദിവസങ്ങളിൽ വെച്ച് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ മറന്നു പോയതാണ്. അപ്പോഴത്തേന് ഇതേണ്ട ഞാൻ പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതേണ്ട അരി ഇടാൻ പോകുന്നു. അതിന് മുമ്പ് ഞാൻ കുക്കർ അടച്ച് വെക്കാനായിട്ട് വേണ്ടേ മറന്നുപോയി. അതിനിടയ്ക്ക് കുറച്ച് പരിപാടി. ഇപ്പോൾ ഈ ഇടയായിട്ട് മറവി കൂടുതലാണ്. പ്രായമാകുന്നതിൻ്റെയാണോ അതോ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല, കുറച്ച് മറവി കൂടുതലാണ്. പിന്നെയും അത് മറന്നുപോയി അടച്ച് വെക്കാനായിട്ട് ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. ഇനി അതൊന്ന് അടച്ച് വെക്കണം. പ്രായത്തിൻ്റെ ആകാൻ ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല, വിറ്റാമിൻ ഡി കുറഞ്ഞാലും നമുക്ക് മറവി ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ആരോ പറയുന്നത് കേട്ടു. ആരോ പറയുന്നതല്ല, യൂട്യൂബിൽ വീഡിയോയ്ക്കകത്തൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വിറ്റാമിൻ ഡി നല്ലതുപോലെ കുറവുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും മറന്നു പോകുന്നത് ഓരോ കാര്യങ്ങളും. പിന്നെ നമ്മളുടെ ഡ്രിങ്ക് ഞാൻ എടുത്തു വെച്ചതിന് ശേഷം തന്നെ എല്ലാം ഒന്ന് അടുക്കി പെറുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ നിരന്ന് കിടക്കുന്നുണ്ട്. ഇന്നലെ ഒരു മൂഡൗട്ടായിരുന്നത് കാരണം പണിയൊക്കെ തീർത്തതിന് ശേഷം തേണ്ട ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരി ഇടാനായിട്ട് പോവാണ്. അരി ഇടാനായിട്ട് തേണ്ട പാത്രം എടുത്ത് നേരത്തെ വെച്ചതാണ്. ഇനിയിപ്പം വേറെ എന്തിനോ അതിനിടയ്ക്ക് പോയി. അപ്പോൾ തേണ്ട പാത്രം എടുത്ത് വെച്ചിട്ട് നിൽക്കുന്ന നിപ്പിൽ എന്തെങ്കിലും കാര്യം ഓർത്തിട്ടുണ്ടാകും, അതിൻ്റെ പുറകെ ഓടിപ്പോകും. തേണ്ടേ അതിന് ശേഷം തേണ്ട നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് കഞ്ഞി അടുപ്പത്തിടാം. അതിന് ശേഷം നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ തേണ്ട അരി അടുപ്പത്തിട്ടതിന് ശേഷം നമ്മുടെ ചിയ സീഡിൻ്റെ വെള്ളം ഒന്ന് കലക്കിയിട്ട് ഞാനൊന്ന് കുടിക്കാൻ പോവാണേ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തും, ഇടയ്ക്ക് കുടിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കാൻ പറ്റത്തില്ല. ചിലപ്പം ഗ്യാസിൻ്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുടിക്കുന്നുണ്ട്, ഇടയ്ക്ക് കുടിക്കുന്നില്ല. ചില ദിവസങ്ങളിൽ ഒരു മൂഡ് തോന്നുമ്പോഴത്തേനും അങ്ങ് കുടിക്കും. പിന്നെ വലിയ വെയിറ്റ് വ്യത്യാസമൊന്നും വരുന്നുമില്ല കണ്ടിട്ട്. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഡയറ്റ് നന്നായിട്ട് നോക്കണം. ഡയറ്റൊന്നും നോക്കത്തില്ല. പിന്നെ ഇത് വെറുതെ കുടിക്കുന്നതെന്നുള്ളത് വണ്ണം കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കുടിക്കുന്നതാണ്. പക്ഷേ ഫുഡ് ക്രമീകരിക്കണം ഇതിൻ്റെ കൂടെ തന്നെ. നമ്മൾ ഫുഡൊന്നും ക്രമീകരിക്കുന്നില്ലല്ലോ, വെറുതെ ഇതങ്ങ് കുടിക്കുന്നത്. പിന്നെ 4 നേരം മൂക്കുമുട്ട തിന്നും. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ വെയിറ്റ് ക്രമീകരിക്കാൻ പറ്റുന്നത്? പിന്നെ അതിനുശേഷം വേണ്ട നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, ഒരു 2 ഉരുളക്കിഴങ്ങ്, 1 ഉരുളക്കിഴങ്ങ് എടുക്കുന്നു. 2 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 സവോള, പിന്നെ ഒരു തക്കാളി, 2-3 വെണ്ടയ്ക്ക, ഒരു പകുതി കഷ്ണം മുരിങ്ങയ്ക്ക, പിന്നെ വെണ്ടയ്ക്ക അരിഞ്ഞതിൻ്റെ കുറച്ചുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ക്യാബേജും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെജിറ്റേറിയൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വേറെ ഒന്നും നോൺ വെജ് ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് വിചാരിച്ചു. ഇന്നലെ നോൺ വെജ് അടിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. അത് കാരണം പിന്നെ ഇന്ന് അത് വേണ്ടെന്ന് വെച്ചു. അത് കാരണത്തെ അതിനുശേഷം നമ്മുടെ കഷ്ണങ്ങൾ പരിപ്പ് എന്തപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞിട്ട് കൊടുക്കേണ്ടത് നമ്മളെ സവോളയും അതുപോലെ തന്നെ തക്കാളിക്കായുമാണ്. അത് രണ്ടും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം.
സവാളയും തക്കാളിയും ഞാൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് കഴുകിയതിന് ശേഷമാണ് അത് പുറമേ ഒന്ന് കഴുകിയിട്ടാണ് അരിഞ്ഞിടുന്നത്. സവാള അരിഞ്ഞിട്ട് ഞാൻ കഴുകാറില്ല, കഴുകി എടുത്തിട്ടാണ് അരിഞ്ഞിടുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം സാമ്പാർ പൊടിയില്ല, നമ്മൾ വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയാണ്, അതും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒറ്റ വിസിലടിപ്പിച്ചെടുത്താൽ മതി. ഞാൻ സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒറ്റ വിസിലടിപ്പിച്ചിട്ട് അന്നേരം തന്നെ ഞാൻ എയർ കളഞ്ഞെടുക്കുക. അത് വെച്ചുകൊണ്ടിരിക്കത്തില്ല, വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ കഷ്ണങ്ങളൊക്കെ പെട്ടെന്ന് വെന്തലിഞ്ഞ് വല്ലാതെ ആയിപ്പോവും, നമുക്ക് കഷ്ണം കടിക്കാനൊന്നും കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. സാമ്പാർ പല രീതിയിലും പലരും വെക്കുന്നുണ്ട്, പക്ഷേ ഞാൻ ഇതേ രീതിയിലാണ് വെക്കുന്നത്. പിന്നെ ചില സമയത്ത് സാമ്പാർ പൊടി ചേർക്കാതെ തന്നെ മുളകും മല്ലിയും കൂടെ വറുത്ത് ചേർക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഷ്ണങ്ങൾ വെന്തുന്നപ്പോൾ ഞാൻ അതിലേക്ക് വെണ്ടയ്ക്ക വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കടുക് വറുത്ത് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ സാമ്പാർ വെക്കുന്നതാണ് ചേട്ടന് ഇഷ്ടം. അപ്പോൾ വേണ്ട ഇതിലേക്ക് ഇനി തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഞ്ഞി ഇതുവരെ വെന്തിട്ടില്ല. കഞ്ഞി പോകാറാകുമ്പോഴത്തേനും ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും വേവത്തുള്ളൂ. മട്ടേരിയുണ്ട്, നല്ല വേവുണ്ട്. അതിന് ശേഷം നമ്മളൊരു ക്യാബേജ് തോരനും വെച്ചിട്ടുണ്ട്. അത് ക്യാബേജ് തോരനൊന്നും വെക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. പിന്നെ നമ്മളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണല്ലോ നമ്മൾ വ്ലോഗായിട്ട് ഇടുന്നത്, അപ്പോൾ അതിനകത്ത് ഇത് ഉൾപ്പെടുത്തി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ക്യാബേജ് തോരനും റെഡി ആയിട്ടുണ്ട്. സാമ്പാറും ക്യാബേജ് തോരനും നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ട്, അടിപൊളിയാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ ഇന്നലെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേന് മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇഡ്ഡലി ഉണ്ടാക്കുന്നില്ല. ദോശയുടെ കൂടെ നമുക്കൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കാൻ പോവാണ്. അതിനിടയ്ക്ക് തേങ്ങാ ചമ്മന്തി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതിനകത്ത് തേങ്ങയ്ക്കകത്തോട്ട് ഇഞ്ചിയും 2 കൊച്ചുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പില ഉപ്പും കൂടെ ഇട്ട് അരച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറുത്തൊഴിക്കുവാണെങ്കിൽ നല്ലതാണ്, കടുക് വറുത്തൊഴിച്ചില്ലെങ്കിലും നല്ലതാണ്. ഇപ്പം ഞാൻ കടുക് വറുത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ചില സമയത്ത് ഞാൻ കടുക് വറക്കാതെ എടുക്കും, ചില സമയത്ത് കടുക് വറുത്ത് കൊടുക്കും. അപ്പോൾ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഉപ്പിട്ട് അരയ്ക്കാൻ മറന്നു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിട്ടത്. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെയാണ്, ഒരേപോലെ ഒന്നും ആകത്തില്ല. ചില ദിവസം മറന്നു പോകും, ചില ദിവസം ഇട്ട് അരയ്ക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ദോശ നല്ല ദോശയായിരുന്നു, പുളിയൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ദോശയായിരുന്നു ഉണ്ടാക്കിയെടുത്തത്. എനിക്ക് പുളി ഒത്തിരിയുള്ള ദോശയോട് താല്പര്യമില്ല. ഇഡലിക്കാണെങ്കിലും പുളി ഒത്തിരി ഇഷ്ടമില്ല, അതുകൊണ്ട് പുളിയില്ലാതെ മാക്സിമം ഉണ്ടാക്കാൻ ഞാൻ ശ്രമിക്കും. പിന്നെ ഇതിലേക്ക് നെയ്ക്ക് പകരം നമ്മൾ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യുടെ ചേട്ടന് താല്പര്യമില്ലതുകൊണ്ട് എണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഫുഡ് ഇത്രയാണ്. പിന്നെ അതിന് ശേഷം അവർ ചൂടോടെ തന്നെ അവർക്ക് ഞാൻ ഓരോന്നോരോന്ന് ഉണ്ടാക്കി കൊടുത്തു. അവർ കഴിക്കുന്നുണ്ട്. അവർ കഴിച്ചിട്ട് ഇപ്പോൾ ഉടനെ പോകും. അതിനിടയ്ക്ക് ഞാൻ ചോറും പൊതിയൊക്കെ എടുത്ത് വെച്ചു. പിന്നെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം എനിക്കുള്ള ദോശ ഞാൻ ഒരേന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. 2 ദോശ ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല ചൂടോടെ തന്നെ ദോശ, നല്ല മുരിഞ്ഞ ദോശ കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സാമ്പാർ ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ചമ്മന്തി കൂടെ വെച്ച് കഴിഞ്ഞാൽ ആഹാ, എന്തൊരു സൂപ്പർ കോമ്പിനേഷനല്ലേ! കഴിക്കാൻ എന്തൊരു ടേസ്റ്റായിരിക്കും. എനിക്ക് ഇങ്ങനെ പുളിയില്ലാത്ത ദോശ ഇഷ്ടമാണ്, അതുപോലെ തന്നെ മസാല ദോശയൊക്കെ ഇഷ്ടമാണ്. പുളിയുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യം. അപ്പം നമ്മളുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചാൽ മതി. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ്സും കുക്കിംഗ് വീഡിയോസും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.